ഇനി നിലമ്പൂരിനെ എത്രത്തോളം ബാധിക്കും, നിലമ്പൂരിലെ ഈ വോട്ടെടുപ്പിന് എത്രത്തോളം ബാധിക്കുമെന്നും അറിയില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ വരും മണിക്കൂറുകളിൽ മറുപടി പറയേണ്ട ഒരു പ്രതികരണം അത് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. തന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചിട്ടില്ല, താൻ വിദേശത്തായിരുന്നു, അത് ശരിയാണ്, പക്ഷെ ഒരു മിസ് കോൾ പോലും ഉണ്ടായില്ല ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്നുമാണ് ശശി തരൂർ പറയുന്നത്. അതായത് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായും പോകുമായിരുന്നു, നേതൃത്വത്തോട് പലപ്പോഴും തനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നും ശശി തരൂർ എന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി തന്നെ പറഞ്ഞു. എവിടേക്കും പോകുന്നില്ല, ഞാൻ കോൺഗ്രസിന്റെ ഒരു അംഗമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് എന്നെ കുറിച്ചുള്ള എന്താണ് വിചാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെ പറയട്ടെ, എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല. ഞാൻ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു. അല്ല, നിലമ്പൂരിൽ ഞാൻ പറയട്ടെ, എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കി എൻ്റെ വലിയ ആവശ്യമില്ല അവിടെ, എന്നെ അത് ആവശ്യപ്പെട്ടില്ല. ആ ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹം ജയിക്കട്ടെ. TS ഹരികൃഷ്ണ വിവരങ്ങളുമായിട്ട്. ഹരി, രണ്ട് വിഷയങ്ങളാണ് ശശി തരൂർ കൃത്യമായി പ്രതികരണങ്ങൾ അറിയിച്ചു. ഒന്ന് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചല, അത് കോൺഗ്രസിൽ നിന്നുണ്ടായ അദ്ദേഹത്തിനെതിരായ വിമർശനം, അതിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഒപ്പം നിലമ്പൂരിലേക്ക് എന്തുകൊണ്ട് വന്നില്ല എന്നത് അദ്ദേഹം കൃത്യമായി കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെ പറയുന്നത് പല വിധത്തിലാണ് അത് സ്വാധീനിക്കുക. എന്തൊക്കെയാണ് ശശി തരൂർ തുറന്ന് തന്നെ പറയുന്നത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി ശശി തരൂർ എത്താത്തത് മണ്ഡലത്തിലേറെ ചർച്ച ചെയ്തിരുന്നു. മണ്ഡലത്തിൽ മാത്രമല്ല, കേരളം ഒട്ടാകെ ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല, സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് ശശി തരൂർ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത് ചർച്ചയായി വിവാദമായതോടുകൂടി തന്നെ ശശി തരൂരിനോട് ഇത് ചോദിക്കുമ്പോൾ തന്നെ നിലമ്പൂരിലേക്ക് ആരും ക്ഷണിച്ചിരുന്നില്ല, പ്രചരണത്തിനായി ക്ഷണിച്ചിരുന്നില്ല. അവിടെ നല്ല സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ തന്നെ പ്രചരണത്തിനായി ആരും ക്ഷണിച്ചില്ല. ചിലപ്പോൾ തൻ്റെ പ്രചരണം അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല, അല്ലാതെ തന്നെ ആ സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ായിരിക്കും തന്നെ ക്ഷണിക്കാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, ശശി തരൂർ വിദേശത്തായിരുന്നു, ഇന്നലെയാണ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിരുന്നത്. ഒരു പക്ഷേ തന്നെ വിളിച്ചിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും താൻ അവിടെ പ്രചരണത്തിന് എത്തുമായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, അപ്പോൾ അങ്ങയെ പ്രത്യേകം ക്ഷണിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ശശി തരൂർ മറുപടിയായി പറഞ്ഞത്, സ്വാഭാവികമായും ഒരു തിരഞ്ഞെടുപ്പാവുമ്പോൾ അതിന്റെ സംഘാടകരൊക്കെ ഓരോ പരിപാടികൾ നിശ്ചയിക്കും, അതിൽ പങ്കെടുക്കേണ്ട ആളുകളെ നിശ്ചയിക്കും. അപ്പോൾ ആ ആളുകളെ ക്ഷണിക്കേണ്ട ഉത്തരവാദിത്വം സംഘാടകർക്കില്ലേ എന്നുള്ളത് ശശി തരൂർ പങ്കുവയ്ക്കുന്നുണ്ട്. നേരത്തെ തന്നെ നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ശശി തരൂരിനുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരോടും സൗഹൃദപരമായി പോകുന്നു എന്നും ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. ഒരു 12:00 ശശി തരൂരിന്റെ ഈ പ്രതികരണം വന്നത്. നിലമ്പൂരിൽ ഇനി ഒരുപക്ഷെ ഇന്നത്തെ വോട്ടെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയില്ല. ഇനി മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പ് പൂർത്തിയാകാൻ ബാക്കിയുള്ളത്. പക്ഷേ വരും മണിക്കൂറുകളിൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം മറുപടി പറയേണ്ട ഒരു ഗുരുതരമായ വിഷയമാണ്. ഇപ്പോൾ തന്നെ CPM നേതാക്കളൊക്കെ ഈ വിഷയം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ എന്തുകൊണ്ട് ശശി തരൂർ നോക്കുകയാണെങ്കിൽ താരപ്രചാരകനാണ് കോൺഗ്രസിന്റെ, അപ്പൊ അങ്ങനെ ഒരു ഫേസിനെ എന്തുകൊണ്ട് ഒഴിവാക്കി, എന്തുകൊണ്ട് വിളിച്ചു പോലുമില്ല എന്നൊരു കാര്യത്തിന് മറുപടി പറയേണ്ടി വരില്ലേ കോൺഗ്രസ് നേതാക്കൾ? ഇപ്പൊ തന്നെ ഉച്ചയോട് തന്നെ നിലമ്പൂരിൽ അത്യാവശ്യം നല്ല പോളിംഗ് രാവിലെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും വോട്ട് ചെയ്യാൻ ആളുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഉച്ച സമയത്തുള്ള ശശി തരൂരിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. അതിനി കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും എത്രത്തോളം ചർച്ചയാകും, അതിനി പോളിംഗിനെയും വോട്ടെടുപ്പിനെയും ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. മാത്രമല്ല, നിലവിൽ തന്നെ ശശി തരൂർ BJP-യിലേക്ക് പോകുമോ മറ്റുള്ള തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിലും മറ്റ് പല ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും രൂക്ഷമായിരിക്കുന്നതും ഇന്നത്തെ ഈ ദിവസം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വരികയും ചെയ്യുന്നത്. ഈ BJP-യിലേക്ക് ശശി തരൂർ പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഞാനിപ്പോഴും കോൺഗ്രസിന്റെ അംഗമാണ്, ഞാൻ ഇവിടെ തന്നെ പ്രവർത്തിക്കും എന്നുള്ളത് ശശി തരൂർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിലമ്പൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദന്റെ വാക്കുകൾ ചർച്ചയായിരുന്നു. അതിനു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ BJP ബന്ധം, RSS ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ശശി തരൂർ ഇത്തരത്തിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ അതിന് മാനങ്ങൾ ഏറെയാണ്. അതിന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ മറുപടി പറയേണ്ടി വരും.